ചിങ്ങമാസത്തിലെ ഈ സന്ധ്യാവേളയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു പുരാതനമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഏകദേശം 3500 വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രം കേന്ദ്ര പുരാവസ്തുവകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകോവിലുള്ള ഈ ക്ഷേത്രം പെരുവനം മഹാദേവ ക്ഷേത്രമാണ്. പരശുരാമൻ നിർമ്മിച്ച 64 ഗ്രാമത്തിൽ ഏറ്റവും പ്രബലമായ ഗ്രാമമാണ് പെരുവനം. ആ പെരുവനത്തിൻ്റെ നായകനാണ് ഈ പെരുവനത്തപ്പൻ. ഈ ക്ഷേത്രത്തിൽ പുരുമഹർഷിക്കും ഒരു സ്ഥാനമുണ്ട്. പുരുമഹർഷി തപസ് ചെയ്ത വനം പുരുവനമായി എന്നും പിന്നീട് അത് പെരുവനമായി എന്നും അതല്ല പെരുമാൻ വസിക്കുന്ന ഇടം പെരുമനം ആയി എന്നും ഐതിഹ്യമുണ്ട്. ഈ പെരുവനത്തെ മാറ്റി ഒരു കേരള ചരിത്രം രചിക്കുവാൻ നമുക്ക് സാധിക്കില്ല. നാലമ്പലത്തിനകത്ത് 2 പ്രധാന ശ്രീകോവിലുണ്ട്. കണ്ടോ, ആ 2 പ്രധാന ശ്രീകോവിൽ, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ആ വലുതാണ് 120 അടി ഉയരമുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്രീകോവിൽ. ഈ കാണുന്ന വട്ട ശ്രീകോവിലാണ് പെരുവനത്തപ്പൻ വാഴുന്നത്. ഈ ഗർഭഗൃഹത്തിനകത്ത് 2 ശിവലിംഗങ്ങൾ ചേർന്ന പ്രതിഷ്ഠയാണ്. ഇത്രയൊരു പ്രതിഷ്ഠ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് ഓല മേഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേന്ദ്ര പുരാവസ്തു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അത് റിനോവേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് അതേപോലെ സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയാൽ മാത്രമേ ആ വട്ടശ്രീകോവിൽ ദർശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പെരുവനത്തപ്പൻ്റെ വലത്തുഭാഗത്തായിട്ടാണ് മാടത്തിലപ്പൻ ഇരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്രീകോവിലാണ് മാടത്തിലപ്പൻ്റേത്. ഇതാണ് ആ ശ്രീകോവിൽ. ഭൂമിയുടെ തറനിരപ്പിൽ നിന്ന് ഏകദേശം 20 അടി ഉയരത്തിലാണ് പ്രതിഷ്ഠ. ഏകദേശം 26ഓളം പടികൾ കയറി ചെന്ന് വേണം ഭഗവാനെ ദർശിക്കാൻ. മാടത്തിലപ്പൻ്റെ ഈ ശ്രീകോവിലിന് ഏകദേശം 120 അടി ഉയരമുണ്ട്. ഇതുകൊണ്ട് അറിയിപ്പ് എഴുതി വച്ചേക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. എല്ലാ ഗോപുരത്തിൻ്റെ അവിടെയും ഇങ്ങനെ ഒരു നോട്ടീസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് മാത്രമേ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ പകർത്തിയിട്ടുള്ളൂ. ഈ മാടത്തിലപ്പനും മഹാദേവൻ തന്നെയാണ്. ഏകദേശം നല്ല വലിപ്പമുള്ളൊരു ശിവലിംഗമാണ് അവിടെ ഉള്ളത്. മാടത്തിലപ്പൻ്റെ ശ്രീകോവിലിന് 3 നിലയാണുള്ളത്. അതിൽ 3ാമത്തെ നില അഷ്ടഭുജാകൃതിയിലാണ്. ആ താഴികക്കുടത്തിന് തന്നെ വളരെയധികം വലിപ്പമുണ്ട്. പെരുവനത്തപ്പൻ്റെ ശ്രീകോവിലിന് കിഴക്ക് വശത്ത് പാർവതി ദേവിയുടെ ദാരുബിംബ പ്രതിഷ്ഠയുണ്ട്. ഒരേ ശ്രീകോവിലാണ് മഹാദേവനും പാർവതി ദേവിയും വാഴുന്നത്. അതുകൊണ്ട് തന്നെ മംഗല്യ ഫലപ്രാപ്തിക്ക് ഇവിടെ വന്ന് തൊഴുന്നത് നല്ലതാണ്. പടിഞ്ഞാറേ നാലമ്പലത്തിൽ പുരുമഹർഷിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ദക്ഷിണാമൂർത്തിയുടെയും ഗണപതിയുടെയും രക്തേശ്വരി, മണികണ്ഠൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ചുറ്റമ്പലത്തിലായിട്ട് ഗോശാലകൃഷ്ണന് പ്രതിഷ്ഠയുണ്ട്. ഇതാണ് അതിപ്രശസ്തമായ കിഴക്കേ നടയിലെ പെരുവനം നടവഴി. ഇവിടെയാണ് പെരുവനം പൂരം ആഘോഷിക്കുന്നത്. നമുക്ക് റീൽസൊക്കെ ഇട്ട് നോക്കിയാൽ ഈ ഭാഗം കാണാനായിട്ട് സാധിക്കും. നൂറ്റാണ്ടുകൾ പഴക്കം ഈ പെരുവനം പൂരത്തിനുണ്ട്. ആറാട്ടുപുഴ പൂരത്തിന് തന്നെ 1600 വർഷത്തെ പഴക്കമുണ്ട്. അതിനേക്കാളും മുമ്പാണ് ഈ പെരുവനം പൂരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ക്ഷേത്രോത്സവങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന ആന എഴുന്നള്ളത്ത്, മേളം എല്ലാം പിറവി കൊണ്ടത് ഈ ക്ഷേത്രമുറ്റത്താണ്. നമ്മളിപ്പോൾ കണ്ട കിഴക്കേ ഇടനാഴി പെരുവനം പൂരത്തിൻ്റെ അന്ന് എങ്ങനെ ഇരിക്കണേന്ന് നോക്കൂ. സത്യത്തിൽ ഈ പെരുവനം പൂരത്തിൽ പെരുവനത്തപ്പൻ പങ്കാളിയാകുന്നില്ല. മീനം മാസത്തിലെ പൂയൻ നാളിൽ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന ദേവീദേവന്മാർ പെരുവനത്തപ്പനെ കണ്ടു വണങ്ങാൻ വരുന്ന ദിവസമാണ് പെരുവനം പൂരം എന്ന് പറയുന്നത്. തൃപ്രയാർ തേവരും പെരുവനത്തപ്പനും ഈ പൂരത്തിൽ പങ്കാളികളല്ല. ആറാട്ടുപുഴ ശാസ്താവ്, ചേർപ്പ്, ഊരകം ഭഗവതിമാർ വന്നിട്ടുള്ള ഗംഭീര എഴുന്നള്ളത്താണ് ഈ പൂരത്തിലുള്ളത്. കിഴക്കേ നടവഴി അവസാനിക്കുന്നിടത്താണ് ക്ഷേത്രക്കുളം. ആ ക്ഷേത്രക്കുളത്തിന് അപ്പുറത്താണ് നറുകുളങ്ങര ക്ഷേത്രം. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പെരുവനത്തപ്പന് പൂരമുണ്ടായിരുന്നെന്നും ആ പൂരം മുടങ്ങുകയും അതിനുശേഷം ശ്രീകോവിലിന് പുറത്തേക്ക് ഭഗവാൻ എഴുന്നള്ളിയിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്.
ഏതായാലും ഈ പെരുവനത്തെ മാറ്റി ഒരു കേരള ചരിത്രം രചിക്കുവാൻ നമുക്ക് സാധിക്കില്ല. അത്രയും പഴക്കം ഈ പെരുവനം ഗ്രാമത്തിനുണ്ട്. ഈ ക്ഷേത്ര മഹാത്മ്യം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. അത്രയധികം ചരിത്ര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായത്. പെരുവനത്തപ്പൻ്റെ വട്ടശ്രീകോവിലിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് പുരുമഹർഷിക്ക് മഹാദേവ ദർശനം ഉണ്ടായത്. അവിടെ മഹാദേവൻ സ്വയംഭൂലിംഗമായി മാറിയെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പെരുവനം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ തട്ടകം കാക്കുന്ന ഭദ്രകാളി ക്ഷേത്രം. കൊടുങ്ങല്ലൂരെ പോലെ അഭൗമ തേജസ്സുള്ള വിഗ്രഹമാണ് ഇവിടെയുള്ളത്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇരുട്ടായി തുടങ്ങിയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നാൽ ആ ക്ഷേത്രം കാണാനായിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള വീഡിയോകൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ. ഈ ക്ഷേത്രം സന്ദർശിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ആരും അത് മിസ്സാക്കരുത്. ക്ഷേത്രം പുരാവസ്തുവിൻ്റെ കീഴിലാണെന്നും ഇതിന് കേടുപാടുകളൊന്നും വരുത്തരുതെന്നും അതിനങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ 2 വർഷത്തെ തടവും 1 ലക്ഷം രൂപ പിഴയുണ്ടെന്നാണ് എഴുതി വച്ചേക്കുന്നത്.